ഇറങ്ങട്ടെ അമ്മേ. മോനെ അമ്മേ, അമ്മേ, മോനെ കൊള്ളാം. രണ്ടുപേരും പിള്ളേരെക്കാൾ കഷ്ടമാണല്ലോ. അമ്മയുടെ മോൻ ഒട്ടും വിഷമിക്കണ്ട. എന്നും അമ്മ വിളിച്ചോളാം. അമ്മ എന്നെ പറ്റി ഓർത്ത് സങ്കടപ്പെടരുത്. അയ്യോ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്റെ മേഡം, ഇപ്പോ വിദേശ രാജ്യം ഒന്നുമില്ല. ലോകം ഒറ്റ രാജ്യമാ. ഏത് കോണിലാണെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. തൊട്ടടുത്തുള്ളതുപോലെ തന്നെ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ കിട്ടും. അതുമല്ല, മാഡം നിർബന്ധിച്ചതുകൊണ്ടല്ലേ ഋഷി പോകുന്നേ. എന്നിട്ടിപ്പം മാഡം തന്നെ വിഷമിച്ചാലോ? അമ്മയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ അമ്മ ഒറ്റയ്ക്കാവും. എനിക്കും അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. നീ ആദ്യമായിട്ടില്ല അമ്മ വിട്ടു പോകുന്നേ. അതിന്റെ ഒരു സങ്കടം എനിക്കുള്ളൂ. നീ കൂടുതൽ സേഫ് ആവാൻ വേണ്ടി പോവല്ലേ. അപ്പൊ ഞാൻ സങ്കടപ്പെടാൻ പാടില്ല. വൈകണ്ട ഋഷിമോനെ, നമുക്ക് ഇറങ്ങാം. വാ. നിനക്ക് അമ്മയോട് ദേഷ്യം തോന്നുന്നുണ്ടോടാ? മനസ്സുണ്ടെങ്കിലും അമ്മയെ ശപിക്കുന്നുണ്ടോടാ? അങ്ങനൊന്നും പറയാതെ അമ്മേ. അമ്മ വെറുതെ ചോദിച്ചതാ. എന്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാലോ. എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒക്കെ മാറി. അമ്മ എന്തിനാ വാശി പിടിച്ചതെന്നും എന്നെ നിർബന്ധിച്ച് ദുബായിലേക്ക് അയക്കുന്നതെന്നും മനസ്സിലായി. നീ അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞാ ഞാനും അങ്ങോട്ട് വരാം. ഇവിടുത്തെ ബിസിനസ്സൊക്കെ CP നോക്കിക്കോളും. നിനക്കൊരു വിവാഹം നോക്കുന്നുണ്ട്. ഇനിയുള്ള ജീവിതം നമുക്ക് ദുബായിലാക്കാം. ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെന്ന് അമ്മ തീരുമാനിച്ചാൽ മതി. അമ്മ എന്തു പറഞ്ഞാലും ഞാനത് അനുസരിക്കും. മതി, എനിക്കത് കേട്ടാ മതി.